കൊള്ളാം. ഞങ്ങൾ അർഹിക്കുന്നത് നീ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്ന് പറയൂ. എന്താണ് നിന്റെ ജനനത്തിൽ സംഭവിച്ചതെന്ന് നിന്റെ പത്രോസിനോട് പറയൂ. അപ്പോൾ ഞാൻ ജനങ്ങളോട് പറയും, അല്ലെങ്കിൽ ഞാൻ അവരോട് എന്തു പറയും? ഇത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണല്ലോ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ ഭാവി, ഓ, ഞാൻ സാധു. ഞാൻ എന്ത് സുവിശേഷവൽക്കരണമാണ് ചെയ്യുക? അതേ ഗുരുവേ, ഞങ്ങളും കൂടെ അറിയട്ടെ. നീ രക്ഷകനാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും നന്മ നസസിൽ നിന്നുണ്ടാകുമെന്ന് സമ്മതിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തന്നെ നിന്റെ ഭൂതകാലത്തെക്കുറിച്ച് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ബെർത്തലോമിയോ ചോദിക്കുന്നു. നിന്റെ വിശ്വാസത്തെയും അരൂപിയുടെ തെളിമയെയും പരീക്ഷിക്കാനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അല്ല, ഞങ്ങൾ എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഇടയന്മാർക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. അവർ കണ്ടത് അവർ പറയും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉദയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കും. ശ്രദ്ധിച്ചു കേൾക്കൂ. അനുഗ്രഹത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ കന്യകയെ ഒരുക്കി. സാത്താൻ അവൻ്റെ മായാത്ത അടയാളം ഇട്ടിരിക്കുന്നിടത്ത് ദൈവത്തിന് വസിക്കാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുമല്ലോ. അതിനാൽ കളങ്കലേശമില്ലാത്ത തൻ്റെ ഭാവി പേടകത്തെ ഒരുക്കാൻ ശക്തനായവൻ പ്രവർത്തിച്ചു. അങ്ങനെ അവൾ, ഒരു കറയുമില്ലാത്തവൾ, ഗർഭം ധരിച്ചു. അവളുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. അവരുടെ വാർദ്ധക്യത്തിൽ സന്താനോൽപാദനത്തിൻ്റെ സാധാരണ പ്രകൃതി നിയമങ്ങൾക്കെല്ലാം അപവാദമായിട്ടാണ് അവളെ ഗർഭം ധരിച്ചത്. മാംസത്തിൻ്റെ ആ ബീജത്തിലേക്ക് എൻ്റെ വല്യമ്മ അഹറോൻ്റെ വംശത്തിൽപ്പെട്ട അന്നയുടെ വാർദ്ധക്യത്തിൽ അവളുടെ ഗർഭപാത്രത്തെ സജീവമാക്കിയ ആ മാംസത്തിലേക്ക് അവളുടെ ആത്മാവിനെ കൊണ്ടുവന്നതാരാണ്? ലേവി. എല്ലാ ദൗത്യങ്ങളും കൊണ്ടുവന്ന ആ മുഖ്യദൂതനെ നീ കണ്ടു. അവനാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കും പറയാം. കാരണം ദൈവത്തിൻ്റെ ശക്തി എപ്പോഴും വിജയിക്കുന്ന ആ മുഖ്യദൂതനായിരുന്നു. അവനാണ് സന്തോഷത്തിൻ്റെ ദൗത്യം വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും നൽകിയിരുന്നത്. സാത്താൻ്റെ വലിയ ശക്തിയെ തകർത്ത അജയനായ യുദ്ധവീരനാണവൻ. വാടി തളർന്ന ഒരു പായൽത്തണ്ട് പോലെ സാത്താൻ്റെ ശക്തിയെ ശിഥിലമാക്കിയവൻ. ബുദ്ധിയുള്ള എന്നാൽ ദുഷ്ടരായ അരൂപികളുടെ കെണികളെ സാമർഥ്യത്തോടെ അതിബുദ്ധിയോടെ തകർത്ത് ദൈവകൽപ്പനകളെ ഉത്സാഹപൂർവ്വം നടപ്പിലാക്കാൻ ഇടയാക്കുന്നവൻ. അറിയിപ്പുകാരൻ ഭൂമിയിലെ രീതികളുമായി പരിചയമുള്ളവനാണ്. കാരണം പ്രവാചകന്മാരോട് സംസാരിക്കുവാൻ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവൻ സന്തോഷത്തിൻ്റെ ഒരു ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ദൈവിക അഗ്നിയിൽ നിന്നൊരു പൊരിയെടുത്തു. അതാണ് കന്യകയുടെ ആത്മാവ്. അതിനെ തൻ്റെ സ്നേഹാഗ്നി ജ്വാലകളിൽ പൊതിഞ്ഞു പിടിച്ച് ഭൂമിയിലേക്ക്, ഒരു വീട്ടിലേക്ക്, ഒരു ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുവന്നു. ആ നിമിഷം മുതൽ ലോകത്തിന് ആരാധിക്കുന്ന കന്യകയിൽ ലഭിച്ചു. ആ നിമിഷം മുതൽ അറപ്പ് കൂടാതെ ദൈവത്തിനെ നോക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഭൂമിയിലുണ്ടായി. ഒരു ചെറിയ ശിശു ജനിച്ചു. ദൈവത്തിനും ദൈവത്തിൻ്റെ ദൂതന്മാർക്കും പ്രിയപ്പെട്ട കുഞ്ഞ്. മാതാപിതാക്കൾ ഭക്തിപൂർവ്വം സ്നേഹിച്ചിരുന്ന പുത്രി. ആബേൽ ദൈവത്തിൻ്റെ ആടുകളിൽ കടിഞ്ഞൂൽ ഫലകത്തെ ദൈവത്തിന് സമർപ്പിച്ചു. ഓ, വാസ്തവത്തിൽ നിത്യനായ ആബേലിൻ്റെ വല്യപ്പനും തങ്ങളുടെ പുരയിടത്തിലെ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് നൽകി. അവൻ മരിച്ചത് ദൈവം അവർക്ക് കൊടുത്തതെല്ലാം തിരിച്ച് ദൈവത്തിന് കൊടുത്തുകൊണ്ടാണ്. എൻ്റെ അമ്മ 3 വയസ്സ് മുതൽ 15-ാമത്തെ വയസ്സ് വരെ ദേവാലയത്തിലെ കന്യകയായിരുന്നു. അവളുടെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ക്രിസ്തുവിൻ്റെ വരവിനെ അവൾ ത്വരിതപ്പെടുത്തി. ഗർഭസ്ഥിത ആകുന്നതിന് മുമ്പ് കന്യക ഗർഭത്തിൽ മറക്കപ്പെട്ടിരുന്നപ്പോൾ കന്യക, കരച്ചിൽ മാത്രം വശമായിരുന്ന കൈക്കുഞ്ഞായിരുന്നപ്പോൾ കന്യക, ആദ്യ ചുവടുകൾ വെച്ച് നടക്കാൻ പഠിക്കുമ്പോൾ കന്യക. അവൾ ദൈവത്തിൻ്റെ കന്യകയായിരുന്നു. ദൈവത്തിൻ്റെ മാത്രം കന്യകയായിരുന്നു. അവളുടെ അവകാശം അവൾ പ്രഖ്യാപിച്ചു. അത് ഇസ്രയേൽ നിയമത്തിൻ്റെ കൽപ്പനകൾക്ക് ഉപരിയായിട്ടുള്ളതാവുന്നു. വിവാഹത്തിന് ശേഷവും കന്യകയായി ജീവിക്കുന്നതിനുള്ള സമ്മതം ദൈവം അവൾക്ക് നൽകിയ ഭർത്താവിൽ നിന്നും നേടി. നസ്രസിലെ ജോസഫ് നീതിമാനായിരുന്നു. ദൈവത്തിൻ്റെ ലില്ലി പുഷ്പത്തെ അവന് മാത്രമേ കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിന് യോഗ്യതയുള്ള ഏക വ്യക്തി ജോസഫായിരുന്നു. ആത്മാവിലും ശരീരത്തിലും ദൈവദൂതനായിരുന്ന അവൻ ദൈവദൂതന്മാർ സ്നേഹിക്കുന്നത് പോലെയാണ് സ്നേഹിച്ചത്. കർത്താവിൻ്റെ പേടകത്തെ ചുറ്റിയുള്ള ദൈവിക അഗ്നിയുടെ മറയെ ഭേദിക്കാതെ സ്നേഹിച്ച ആ വൈവാഹിക സ്നേഹത്തിൻ്റെ ആഴം ഭൂമിയിൽ വളരെ കുറച്ചു പേർ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. നീതിമാനായ ഒരു മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിവുണ്ട് എന്നതിനൊരു തെളിവാണത്. കാരണം ഉത്ഭവപാപത്താൽ വന്ന ക്ഷതമേറ്റിട്ടുണ്ടെങ്കിലും ആത്മാവിന് ഉയരാനുള്ള വലിയ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ പുത്രർ എന്നുള്ളത് അനുസ്മരിച്ചുകൊണ്ട് ആ ഔന്നത്യത്തിലേക്ക് തിരിച്ചു പോകാനും പിതാവായ ദൈവത്തിനായി ദൈവികമായ വിധം പ്രവർത്തിക്കാനും അതിന് കഴിയും.
മേരി ജോസഫിനോടുള്ള വിവാഹം കാത്ത് അവളുടെ വീട്ടിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ദൈവികമായ ദൗത്യങ്ങളുടെ ദൂതൻ ഗബ്രിയേൽ ഭൂമിയിലേക്ക് വന്ന് കന്യകയോട് ഒരമ്മയാകാൻ ആവശ്യപ്പെട്ടു. മുന്നോടിയാകാനുള്ളവന്റെ ജനനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം സക്രിയാസിനോട് ഈ ദൂതൻ അറിയിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ സക്രിയാസ് അത് വിശ്വസിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കന്യക വിശ്വസിച്ചു. അപ്രകാരം സംഭവിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതിശ്രേഷ്ഠമായ അവളുടെ അജ്ഞതയിൽ അവൾ ഇത്രമാത്രം ചോദിച്ചു, അതെങ്ങനെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ദൈവദൂതൻ മറുപടി പറഞ്ഞു, നീ കൃപാവരപൂരിതയാണ് മേരി, പേടിക്കേണ്ട. ദൈവസന്നിധി നീ പ്രീതി നേടിയിരിക്കുന്നു. നിന്റെ കന്യാത്വത്തിന്റെ കാര്യത്തിലും അവിടുന്ന് സംപ്രീതനാണ്. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. അവനെ നീ ഈശോ എന്ന് പേർ വിളിക്കും. കാരണം യാക്കോബിനോടും ഇസ്രയേലിലെ എല്ലാ പിതാക്കന്മാരോടും പ്രവാചകന്മാരോടും വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള രക്ഷകനാണവൻ. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ യഥാർത്ഥ പുത്രൻ അവനായിരിക്കും. കാരണം അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ് ഗർഭസ്ഥിതനാകാൻ പോകുന്നത്. പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അവന്റെ പിതാവ് ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവനെന്നും ഭരണം നടത്തും. അവന്റെ യഥാർത്ഥ ഭരണത്തിന് ഒരിക്കലും അവസാനമുണ്ടാകുകയില്ല. ഇപ്പോൾ ആ വാഗ്ദാനം നിറവേറ്റുന്നതിന് നിന്റെ അനുസരണയെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കാത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ മുന്നോടിയാകുവാനുള്ളവൻ ഇപ്പോൾ തന്നെ നിന്റെ ചാർച്ചക്കാരിയായ സഹോദരി എലിസബത്തിന്റെ ഗർഭത്തിലുണ്ട്. നീ സമ്മതിക്കുകയാണെങ്കിൽ പരിശുദ്ധാരൂപി നിന്റെ മേൽ താണിറങ്ങും. അതിനാൽ നിന്നിൽ നിന്നും ജനിക്കുന്ന ശിശു പരിശുദ്ധനായിരിക്കും. ദൈവപുത്രൻ എന്ന യഥാർത്ഥ പേര് അവൻ്റേതായിരിക്കും. മേരി അപ്പോൾ മറുപടി പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, അവിടുത്തെ വചനം പോലെ എന്നോട് ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ അരൂപി അവളുടെ മേൽ താണിറങ്ങി. ആദ്യത്തെ ആലിംഗനത്താൽ തൻ്റെ മണവാട്ടിയുടെ മേൽ അവൻ്റെ പ്രകാശം ചൊരിഞ്ഞു. ആ പ്രകാശം അവളുടെ പുണ്യങ്ങളെല്ലാം പരിപൂർണമായ മൗനം, എളിമ, വിവേകം, സ്നേഹം കൊണ്ട് അവൾ നിറഞ്ഞിരുന്നു. ഒന്നുകൂടെ അധികം പൂർണ്ണതയുള്ളതാക്കി. ദൈവിക ജ്ഞാനവുമായി അവൾ ഒന്നായിത്തീർന്നു. സ്നേഹത്തിൽ നിന്ന് അവളെ അകറ്റാൻ കഴിയാതെയായിത്തീർന്നു. അനുസരണവും ചാരിത്രവുമുള്ള അവൾ അനുസരണയുള്ള സമുദ്രമായ എന്നിൽ മുങ്ങിമറിഞ്ഞു. അമ്മയാവുന്നതിൻ്റെ സന്തോഷം അവൾ അനുഭവിച്ചു. എന്നാൽ സ്പർശിക്കപ്പെടുന്നതിൻ്റെ അസ്വസ്ഥത അവൾക്കുണ്ടായില്ല. നിർമ്മലമായ മഞ്ഞുറഞ്ഞ് പുഷ്പമായതാണവൾ. അങ്ങനെ അവൾ സ്വയം ദൈവത്തിന് അർപ്പിച്ചു. എന്നിട്ട് അവളുടെ ഭർത്താവ് പത്രോസ് വിസ്മയത്താൽ സ്തംഭനായി ചോദിക്കുന്നു, ദൈവത്തിന്റെ മുദ്ര മേരിയുടെ അധരങ്ങളെ അടച്ചുപൂട്ടി. അവളുടെ ബന്ധുവായ സക്രിയാസിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ മാത്രമേ ഈ ശിശുവിനെ കുറിച്ച് ജോസഫ് മനസ്സിലാക്കിയുള്ളൂ. ആ സമയത്ത് അവൾ ഒരമ്മയായിരിക്കുന്നുവെന്ന് ഭർത്താവിന്റെ കണ്ണുകൾക്ക് ദൃശ്യമായി. അപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ വേദനിച്ചു, അവൾ വേദനിച്ചു. അത് ഞാനായിരുന്നെങ്കിൽ. യോനയുടെ പുത്രൻ സൈമൺ ജോസഫ് വിശുദ്ധനായിരുന്നു. തൻ്റെ ദാനങ്ങൾ എവിടെയാണ് നൽകേണ്ടതെന്ന് ദൈവത്തിനറിയാം. ജോസഫ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റക്കാരനായി വിധിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ അപവാദം ഏൽക്കുവാൻ തന്നെ നിശ്ചയിച്ചുകൊണ്ട് അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. വളരെ കൈപ്പേറിയ വേദന സഹിച്ചു. എന്നാൽ ദൂതൻ താണിറങ്ങി അവനോട് പറഞ്ഞു, മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് ഭയപ്പെടേണ്ട. കാരണം അവളിൽ രൂപം പ്രാപിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ പ്രവർത്തനത്താലാണ് അവൾ അമ്മയായി തീർന്നത്. പുത്രൻ ജനിച്ചു കഴിയുമ്പോൾ നീ അവനെ ഈശോ എന്ന് പേർ വിളിക്കണം. കാരണം രക്ഷകൻ. ജോസഫ് നല്ല പഠനമുള്ളവനായിരുന്നോ? ബെർത്തിലോമ ചോദിക്കുന്നു. ദാവീദിന്റെ ഒരു പിന്തുടർച്ചക്കാരനെ പോലെയുള്ള പഠനമുണ്ടായിരുന്നു. എങ്കിൽ അവന് പ്രകാശം ഉടൻ ലഭിച്ചു കാണും. കാരണം ദാവീദിന്റെ പ്രവചനം, ഇവിടെ ഒരു കന്യക ഗർഭം ധരിക്കും എന്നുള്ളത് അവൻ ഓർമ്മിച്ചു കാണും. ശരി, അവനത് ലഭിച്ചു. പരീക്ഷണത്തിന്റെ പുറകെ വലിയ സന്തോഷവും ഉണ്ടായി. ഞാനായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല. കാരണം ഓ കർത്താവേ, ഞാനല്ലാത്തത് എത്ര നന്നായി അവളെ ഒരു പൂവിൻ്റെ തണ്ട് പോലെ പൊട്ടിച്ച് തകർത്ത് കളയുമായിരുന്നു. ഒന്ന് സംസാരിക്കാൻ അവൾക്ക് സമയം കൊടുക്കുക പോലും ചെയ്യാതെ കൊലപാതകം ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പിന്നീടുള്ള കാലമെല്ലാം എനിക്ക് അവളെ ഭയമാകുമായിരുന്നു. നൂറ്റാണ്ടുകളായി ഇസ്രയേലിന് ദൈവത്തിൻ്റെ കൂടാരത്തോടുണ്ടായിരുന്ന ഭയം മോശയ്ക്കും ദൈവത്തെ ഭയമായിരുന്നു. എന്നാൽ ദൈവം മോശയെ സഹായിച്ചു. അങ്ങനെ മോശ പർവ്വതത്തിൽ ദൈവത്തോടു കൂടി വസിച്ചു. അതിനാൽ ജോസഫ് തൻ്റെ മണവാട്ടിയുടെ വിശുദ്ധമായ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളുടെ പിറന്നിട്ടില്ലാത്ത ശിശുവിൻ്റെയും ആവശ്യങ്ങൾ അന്വേഷിച്ചു നടത്തിക്കൊടുത്തു. എല്ലാവരെയും ബാധിക്കുന്ന രാജകൽപ്പന വന്നപ്പോൾ മേരിയെയും കൂട്ടി തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് ജോസഫ് പോയി. എന്നാൽ ബേത്ലഹേം അവരെ നിരസിച്ചു. കാരണം
ആളുകളുടെ ഹൃദയങ്ങൾ സ്നേഹത്തിനെതിരെ അടക്കപ്പെട്ടിരുന്നു. ഇനി നിങ്ങൾ തുടർന്ന് പറഞ്ഞുകൊള്ളുക. ഒരു ദിവസം സന്ധ്യയാകാറായിരുന്ന സമയത്ത് ഒരു ചെറിയ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന പുഞ്ചിരി തൂകുന്ന ഒരു യുവതിയെ ഞാൻ കണ്ടു. അവളുടെ കൂടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ കുറച്ച് പാല് ചോദിച്ചു. സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ചോദിച്ചു. എനിക്കറിയാമായിരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. രാത്രിയായി. ഒരു വലിയ പ്രകാശം. ഞങ്ങൾ വെളിയിലിറങ്ങി. ആലയ്ക്ക് സമീപം ലേവി ഒരു ദൈവദൂതനെ കണ്ടു. ദൈവദൂതൻ പറഞ്ഞു, രക്ഷകൻ പിറന്നിരിക്കുന്നു. നല്ല പാതിരാ സമയം. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. എന്നാൽ അവയുടെ പ്രഭ ദൈവദൂതന്റെ പ്രകാശത്തിലും ആയിരക്കണക്കിന് പിറകെ പിറകെ വന്ന മാലാഖമാരുടെ പ്രകാശത്തിലും മങ്ങിപ്പോയിരുന്നു. അതോർത്ത് ഏലിയാസ് ഇപ്പോഴും കരയുകയാണ്. ദൈവദൂതൻ ഞങ്ങളോട് പറഞ്ഞു, പോയി അവനെ ആരാധിക്കുക. അവനൊരു ചെറിയ തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ 2 മൃഗങ്ങളുടെ ഇടയ്ക്കാണുള്ളത്. ദരിദ്രമായ പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ശിശുവിനെ നിങ്ങൾ കാണും. ഓ, ഇത് പറഞ്ഞപ്പോൾ ദൈവദൂതൻ എത്രയധികമായി പ്രഭ വിതറി. ലേവി, നീ ഓർക്കുന്നുണ്ടോ? ആ ദൂതൻ രക്ഷകനാണെന്ന് പറഞ്ഞപ്പോൾ തല കുനിച്ചതും കർത്താവായ ക്രിസ്തുവാണവൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ചിറകുകളിൽ നിന്ന് ജ്വാലകൾ പുറപ്പെട്ടതും ഓ, ഞാൻ ഓർക്കുന്നു. ആയിരക്കണക്കിന് മാലാഖമാരുടെ സ്വരം, അവരുടെ സംഗീതം. ഓ, അത്യുന്നത സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അലൗകികമായ ആനന്ദത്തിൽ മുഴുകി കണ്ണീരൊഴുക്കി പ്രകാശിക്കുന്ന മുഖത്തോടെ ലേവി പറയുന്നു, ആ സംഗീതം ഇപ്പോഴും ഇവിടെ എൻ്റെ ഹൃദയത്തിലുണ്ട്. അത് ഞാൻ ശ്രവിക്കുമ്പോഴെല്ലാം എന്നെ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഞാൻ പോയി, ഐസക്ക് പറയുന്നു, ചുമട്ടുമൃഗങ്ങളെ പോലെ സമ്മാനങ്ങളുമായി ഒരു വിവാഹത്തിന് പോകുന്ന പോലെ ആഹ്ലാദത്തോടെ ഞങ്ങൾ പോയി. അവിടെ എത്തി നിന്റെ മൃദുവായ സ്വരവും നിന്റെ അമ്മയുടെ സ്വരവും കേട്ടപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലാതെയായിപ്പോയി. ഒന്ന് നോക്കാൻ ലേവിയെ ഉന്തി മുന്നോട്ട് വിട്ടു. അത്രയധികമായ പരിശുദ്ധിയുടെ മുമ്പിൽ ഞങ്ങൾ കുഷ്ഠരോഗികളാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ലേവി ശ്രദ്ധിച്ചു. പുഞ്ചിരിയോടും കണ്ണീരോടും കൂടെ അവൻ കേട്ടതെല്ലാം ഞങ്ങളോട് പറഞ്ഞു. അവൻ്റെ സ്വരം ഒരാട്ടിൻ കുഞ്ഞിൻ്റേത് പോലെയായിരുന്നു. അത് കേട്ടാൽ ഐസക്കിൻ്റെ ആട് കരയുന്നത് പോലെ. ജോസഫ് വാതിൽക്കലേക്ക് വന്നു തങ്ങളെ അകത്തേക്ക് കൂട്ടി. ഓ, നീ എത്ര ചെറുതും എത്ര സുന്ദരനുമായിരുന്നു. മാംസനിറമുള്ള ഒരു റോസാ പൂമൊട്ട് പരിക്കൻ വൈക്കോലിമേൽ കിടക്കുന്നു. നീ കരയുകയായിരുന്നു. പിന്നെ നീ പുഞ്ചിരി തൂകി. ഞങ്ങൾ കൊണ്ടുവന്ന ആട്ടിൻതോലിൽ കിടത്തിയപ്പോൾ സ്വല്പം ചൂട് കിട്ടി. ഞങ്ങൾ കറന്നു കൊടുത്ത പാലും നീ കുടിച്ചു, നിന്റെ ആദ്യ ഭക്ഷണം. ഓ, എന്നിട്ട് ഞങ്ങൾ നിന്നെ ചുംബിച്ചു. ബദാമിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും സൗരഭ്യം നിനക്കുണ്ടായിരുന്നു. നിന്നെ വിട്ട് തിരിച്ചു പോരാൻ ഞങ്ങൾക്കൊട്ടും മനസ്സില്ലായിരുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ടു പിരിഞ്ഞിട്ടില്ല. അത് ശരിയാണ്, ജോനാഥൻ പറയുന്നു. നിന്റെ മുഖവും നിന്റെ ശബ്ദവും നിന്റെ പുഞ്ചിരിയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നീ വളരുകയായിരുന്നു. വളരും തോറും കൂടുതൽ കൂടുതൽ സുന്ദരനായിക്കൊണ്ടിരുന്നു. നല്ല ആളുകളെയെല്ലാം നിന്നിൽ ആനന്ദം കൊണ്ടിരുന്നു. ദുഷ്ടന്മാരുടെ ലോകം നിന്നെ കണ്ടില്ല. അന്ന, നിന്റെ ആദ്യത്തെ ചുവടുകൾ. ജ്ഞാനികളായ 3 പേർ, ആ നക്ഷത്രം. ഓ, എന്തൊരു പ്രകാശമായിരുന്നു ആ രാത്രിയിൽ. ലോകം മുഴുവൻ ആയിരക്കണക്കിന് ദീപങ്ങൾ കൊണ്ട് കത്തിജ്വലിക്കുന്നതായി തോന്നി. എന്നാൽ നിന്റെ ജനനത്തിൻ്റെ രാത്രിയിൽ പ്രകാശം മുത്തുപോലെ ധവളമായിരുന്നു. അവ ചലിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ നക്ഷത്രങ്ങൾ നൃത്തം ചെയ്യുന്നു. നക്ഷത്രങ്ങളിൽ ചിലത് ആരാധിക്കുന്നു. ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ആ സംഘം കടന്നു വരുന്നത് കണ്ടു. ഞങ്ങൾ അവരുടെ പിന്നാലെ കൂടി, അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ. പിറ്റേ ദിവസം ആ ജ്ഞാനികളായ മനുഷ്യരുടെ ആരാധന ബെത്ലഹേമിലുള്ള സകലരും കണ്ടു. അത് കഴിഞ്ഞു. ഓ, ആ ഭീകരത നമുക്ക് ഉച്ചരിക്ക പോലും വേണ്ട. നമുക്കതേക്കുറിച്ച് സംസാരിക്കേണ്ട. അതിൻ്റെ ഓർമ്മ തന്നെ ഏലിയാസിനെ വിവരണനാക്കുന്നു. ശരി, അത് പറയേണ്ട. വിദ്വേഷത്തിന്മേൽ മൗനമാണ് വേണ്ടത്. ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന ഞങ്ങൾക്ക് നീ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളതായിരുന്നു. നിന്നെക്കുറിച്ച് ഞങ്ങൾക്കും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. സക്രിയാസിന് പോലും അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ. ഒരു പിടിയും ഞങ്ങൾക്ക് കിട്ടിയില്ല. കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സമാധാനം തരാതിരുന്നത്? എന്തുകൊണ്ടാണെന്നാണോ ഫിലിപ്പും ചോദിക്കുന്നത്. കാരണം അതായിരുന്നു ഉചിതമായിട്ടുള്ളത്. ആ നാഴിക കഴിഞ്ഞാണ് സക്രിയാസിൻ്റെ ആധ്യാത്മിക രൂപീകരണം പൂർത്തിയാക്കുന്നത്. സക്രിയാസും രഹസ്യത്തിന്മേലുള്ള ആവരണം നീക്കിയില്ല. സക്രിയാസ്, എന്നാൽ നീ ഞങ്ങളോട് പറഞ്ഞല്ലോ അയാൾ ഇടയന്മാരെ സംരക്ഷിച്ചെന്ന്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അയാൾ അവരോട് പിന്നീട് നിന്നോടും പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾ പരസ്പരം അന്വേഷിക്കേണ്ടി വന്നത്?
സക്രിയാസ് നീതിമാനായിരുന്ന മനുഷ്യനായിരുന്നു, പൂർണ്ണമായ മനുഷ്യൻ. 9 മാസം മൂകനായിരുന്ന കാലത്ത് വെറും മനുഷ്യൻ എന്നത് കുറഞ്ഞ് കൂടുതൽ നീതിമാൻ എന്ന നിലയിലേക്ക് ഉയർന്നു. ജോണിൻ്റെ ജനനം കഴിഞ്ഞുള്ള കാലങ്ങളിൽ അയാൾ കൂടുതൽ പുരോഗമിച്ചു. ദൈവത്തിൽ നിന്നും വന്ന ആ നിരാകരണം, സംസാരശക്തി നഷ്ടപ്പെട്ടത് അയാളുടെ അഹങ്കാരത്തിന്മേൽ കുറുക്കിക്കൊണ്ടു. അപ്പോൾ അയാൾ നീതിമാനായ അരൂപിയായി തീർന്നു. അയാൾ പറഞ്ഞു, ദൈവത്തിൻ്റെ പുരോഹിതനായ ഞാൻ പറയുന്നു, രക്ഷകൻ ബേത്ലഹേമിൽ ജീവിക്കണമെന്ന്. എന്നാൽ ദൈവം അയാളെ കാണിച്ചു കൊടുത്തു മാനുഷികമായ തീരുമാനങ്ങൾ, അവ പുരോഹിതൻ്റെതായാലും ദൈവത്താൽ പ്രകാശിപ്പിക്കപ്പെട്ടതല്ലെങ്കിൽ വളരെ മോശമായ തീരുമാനങ്ങളായിരിക്കുമെന്ന്. എൻ്റെ വാക്ക് നിമിത്തം ഈശോയുടെ വധത്തിന് ഞാൻ കാരണക്കാരനാകുമായിരുന്നു എന്ന ചിന്തയാൽ അയാൾ പേടിച്ചു വിറച്ചുപോയി. ആ ചിന്ത അയാളെ നീതിമാനായ മനുഷ്യനാക്കി. ഇപ്പോൾ പറുദീസയെ കാത്ത് അയാൾ വിശ്രമിക്കുന്നു. നീതി അയാളെ വിവേകവും സ്നേഹവും പഠിപ്പിച്ചു. ഇടയന്മാരോട് സ്നേഹം, ലോകത്തോട് വിവേകം. ക്രിസ്തു ലോകത്തിന് അജ്ഞാതനാകേണ്ടിയിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നസ്രത്തിലേക്കാണ് പോയത്. സക്രിയാസിനെ നയിച്ച അതേ വിവേകത്താൽ ഞങ്ങൾ ഹെബ്രോണിലെയും ബെത്ലഹേമിനെയും ഒഴിവാക്കി കടൽ തീരം വഴി ഗലീലയിലേക്കാണ് പോയത്. എൻ്റെ പ്രായപൂർത്തി അംഗീകരിക്കപ്പെട്ട ദിവസം പോലും സക്രിയാസിനെ കാണാൻ കഴിഞ്ഞില്ല. കാരണം അതേ ചടങ്ങിനായി തന്നെ തലേ ദിവസം പുത്രനോടുകൂടെ അയാൾ വന്ന് പോയി കഴിഞ്ഞിരുന്നു. ദൈവം നോക്കിയിരുന്നു, ദൈവം പരീക്ഷിച്ചു, ദൈവം പരിപാലിച്ചു, ദൈവം പരിപൂർണനാക്കി. ദൈവത്തെ സ്വന്തമാക്കുക എന്നത് സന്തോഷം മാത്രമല്ല, നിയന്ത്രണങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എൻ്റെ പിതാവ് സ്നേഹനിമിത്തവും എൻ്റെ അമ്മ എൻ്റെ ആത്മാവും ശരീരം നിമിത്തവും അനേകം വിലക്കുകൾക്കും സഹനങ്ങൾക്കും വിധേയരായി. കാരണം ശിശുവായ മിശിഹായുടെ രഹസ്യത്തിന്മേൽ ഒരു നിഴൽ എപ്പോഴും ചൂടി നിൽക്കണമായിരുന്നു. 3 ദിവസത്തേക്ക് എന്നെ കാണാതെ പോയല്ലോ. അന്നേരമുണ്ടായ ആകുലതയ്ക്ക് 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കാത്തവർക്ക് ആ രഹസ്യം, മിശിഹായുടെ രഹസ്യം, കാര്യം വ്യക്തമാക്കി കൊടുക്കും. ആ 2 കാരണങ്ങൾ ഇവയാണ്: നഷ്ടപ്പെട്ട കുട്ടിയോട് അമ്മയ്ക്കുള്ള സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം. സമയത്തിന് മുമ്പ് മിശിഹ വെളിപ്പെടുത്തപ്പെട്ടു പോകുമോ എന്നുള്ള രക്ഷാകർത്താക്കളുടെ ഭയം, ലോകത്തിൻ്റെ ആരോഗ്യമായവനെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനത്തെ വേണ്ട പോലെ കാത്തു സൂക്ഷിച്ചില്ലല്ലോ എന്നോർത്തുള്ള കഠിനമായ ഭയം. അത് നിമിത്തമാണ് പതിവില്ലാതെ ഈ വിലാപം അമ്മയിൽ നിന്നുണ്ടായത്. മകനെ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? നിന്റെ പിതാവും ഞാനും എത്ര ആകുലരായി നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് നോക്കിക്കേ. നിന്റെ പിതാവ്, നിന്റെ മാതാവ്, അവര് ദൈവത്തിൻ്റെ മഹത്വത്തിന്മേൽ ഈ ആവരണം വയ്ക്കപ്പെട്ടിരുന്നു. അവരെ ധൈര്യപ്പെടുത്തിയ മറുപടി, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഉത്സാഹത്തോടെ വ്യാപൃതനായിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ? കൃപ നിറഞ്ഞവൾ സ്വീകരിച്ച ഈ മറുപടി, അതിൻ്റെ അർത്ഥം എന്തായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അതായത്, പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ ചെറുതാണ്, ഒരു കുട്ടിയാണ്. മനുഷ്യരുടെ ദൃഷ്ടിയിൽ എൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ, ഉയരത്തിലും ജ്ഞാനത്തിലും കൃപയിലും ഞാൻ വളർന്നു വരുന്നുവെങ്കിൽ ഞാൻ പൂർണ്ണതയുള്ളവനുമാണ്. കാരണം ഞാൻ പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ്. അതിനാൽ ഏറ്റവും പരിപൂർണതയോടെ പെരുമാറാൻ എനിക്കറിയാം. പിതാവിനെ ഞാൻ ശുശ്രൂഷിക്കുന്നു, പിതാവിൻ്റെ പ്രകാശം എന്നിലൂടെ പ്രസരിക്കും. രക്ഷകനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടും പിതാവിന് സേവനം ചെയ്യുന്നു. ഇതാണ് 1 വർഷം മുമ്പ് വരെ ഞാൻ ചെയ്തത്. ഇപ്പോൾ സമയമായിരിക്കുന്നു. ആവരണങ്ങൾ നീക്കപ്പെടുന്നു. ജോസഫിൻ്റെ മകൻ അവൻ്റെ യഥാർത്ഥ സ്വഭാവം സ്വയം വെളിവാക്കുന്നു. സത്വാർത്തയുടെ മിശിഹ, രക്ഷകൻ, വീണ്ടെടുക്കുന്നവൻ, ഭാവി യുഗങ്ങളുടെ രാജാവ്. എന്നാൽ ജോണിനെ നീ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലേ? എൻ്റെ പ്രിയ ജോൺ, ഞാൻ മാമോദിസ ആവശ്യപ്പെട്ട് യോർദാനിൽ ചെന്നപ്പോൾ മാത്രം. അപ്പോൾ ഇടയന്മാരെ സക്രിയാസ് സഹായിച്ച കാര്യം നീ അറിഞ്ഞില്ല അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിർമ്മലമായവരുടെ രക്തം ചീന്ത നൽകിക്കഴിഞ്ഞപ്പോൾ നീതിമാന്മാർ വിശുദ്ധരായിത്തീർന്നു, ആളുകൾ നീതിമാന്മാരായിത്തീർന്നു. പിശാചുക്കൾക്ക് മാത്രം വ്യത്യാസമൊന്നും വന്നില്ല. അവരെന്തായിരുന്നോ അതുപോലെ തന്നെയിരുന്നു. എളിമ, സ്നേഹം, വിവേകം, മൗനം, ഇവയിലൂടെ സ്വയം വിശദീകരിക്കാൻ സക്രിയാസ് പഠിച്ചു. ഇതെല്ലാം ഓർത്തിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എന്നെക്കൊണ്ട് കഴിയുമോ? പത്രോസ് പറയുന്നു. പത്രോസേ, ഒട്ടും വിഷമിക്കേണ്ട. നാളെ ഞാൻ ഇടയന്മാരോട് പറയാം, ഇതെല്ലാം ആവർത്തിച്ച് എന്നോട് പറയാൻ. ഫലവൃക്ഷത്തോട്ടത്തെ വെച്ച് 1 അല്ല 2 അല്ല, ആവശ്യം വന്നാൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയാൻ ആവശ്യപ്പെടാം. എൻ്റെ ഓർമ്മ നല്ലതാണ്. ചുങ്കം പിരിക്കുന്ന ജോലിയിൽ വ്യാപൃതനായിരുന്നപ്പോൾ എനിക്ക് നല്ല അഭ്യാസം കിട്ടി.
എല്ലാവരുടെയും പേർക്ക് ഞാൻ ഓർത്തിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തരാം. കഫർനാമിൽ വെച്ച് ഞാൻ കുറിച്ചു വെക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഓ, ഒരു ദിദ്രാകുമ പോലും നീ തെറ്റിച്ചിട്ടില്ല, ഞാൻ ഓർക്കുന്നു. നല്ല കാര്യം. ഈ വിവരങ്ങളെല്ലാം നീ ഓർത്തിരിക്കുന്നെങ്കിൽ നിന്റെ കഴിഞ്ഞകാല ചെയ്തികളെല്ലാം ഞാൻ പൊറുക്കാം. നീ പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് എന്നോട് പറയുമെങ്കിൽ അവർക്കുള്ളതുപോലെ ഇവ എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യോനക്കുണ്ടായിരുന്നതുപോലെ ഓ, അവൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുക. ഈശോ പത്രോസിനെ നോക്കുകയും പുഞ്ചിരി തൂകുകയും ചെയ്യുന്നു. അനന്തരം എഴുന്നേറ്റ് പത്രോസിൻ്റെ നരച്ചു തുടങ്ങിയ മുടിയെ ചുംബിക്കുന്നു. എന്തുകൊണ്ടാണ് ഗുരുവേ ആ ചുംബനം നൽകുന്നത്? കാരണം നീ ഒരു പ്രവചനം നടത്തുകയായിരുന്നു. എൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നീ മരിക്കും. നിന്നിൽ സംസാരിച്ച അരൂപിയെയാണ് ഞാൻ ചുംബിച്ചത്. അനന്തരം ഈശോ ഒരു സ്തുതിഗീതം ഉച്ചത്തിൽ പാടാൻ തുടങ്ങുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശോയോട് ചേർന്ന് പാടുന്നു. എഴുന്നേറ്റ് നിന്ന് നിന്റെ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ, ആദ്യം മുതൽ എന്നേക്കും. അവൻ്റെ അതിശ്രേഷ്ഠവും വിശുദ്ധവുമായ നാമത്തെ എല്ലാ സ്തുതികളും കൊണ്ട് വാഴ്ത്തി പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഏക കർത്താവ് നീ മാത്രമാകുന്നു. സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും നീ സൃഷ്ടിച്ചു. അവയിലുള്ള സമസ്തവും ഭൂമിയും അതിലെ വസ്തുക്കളും നീയാണ് സൃഷ്ടിച്ചത്. ആളുകളുടെ കാഴ്ചവെപ്പ് തിരുനാളിന് ലേവായർ പാടുന്ന ഒരു സ്തുതിപ്പാണിത്. എസ്ര 2:9. ആ ദീർഘമായ സ്തുതിപ്പോടുകൂടെ ദർശനം അവസാനിക്കുന്നു. പഴയ ഒരു മുറയാണോ അതോ ഈശോ സ്വയം ചെയ്തതാണോ എന്നെനിക്ക് നിശ്ചയമില്ല.